വെള്ളക്കടല വെച്ചിട്ട് ഒരു അടിപൊളി മസാലക്കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളൊക്കെ വെള്ളക്കടലയുടെ മസാല കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല മസാലയാണ്. ചപ്പാത്തിക്ക് പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് വെള്ളക്കടല വേവിച്ചെടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് വെള്ളക്കടല ഒരു ദിവസം, അതായത് ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ്. കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും കുതിർത്തെടുത്താൽ മതിയാവും. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം കുതിർത്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം. ഒരു 8-9 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളം ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്ത് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു 4-5 വിസിൽ വരുമ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. 4-5 വിസിൽ വരുന്ന വരെ നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കേണ്ടത് 3/4 ടേബിൾ സ്പൂൺ കസ്കസ് ആണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പക്ഷേ ഗൾഫിലുള്ളവർക്കൊന്നും കസ്കസ് വാങ്ങിക്കാൻ കിട്ടില്ല. അവിടെ ഇത് ബാൻ ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ ഗൾഫിലുള്ളവർ ഇത് ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി. ഇത് ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നാട്ടിൽ നിന്നാണെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചേർക്കുക. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഗൾഫിൽ കസ്കസ് കിട്ടില്ല എന്ന് മാത്രമല്ല, അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനും പാടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ കസ്കസ് കിട്ടാത്തവരാണെങ്കിൽ ഈ കസ്കസിന് പകരം 1 ടേബിൾ സ്പൂൺ തേങ്ങ ഇതിൽ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ 3/4 ടേബിൾ സ്പൂൺ കസ്കസ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. സവാളയുടെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മസാല ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് വഴറ്റുകയാണെങ്കിൽ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. തീ കൂട്ടി വെച്ച് വഴറ്റരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മുതൽ 10 വരെ മിനിറ്റ് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഈ മസാലയുടെ പച്ചമണം നന്നായിട്ട് മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സമയം ഇത് വഴറ്റണമെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷവും 1 മിനിറ്റ് വരെ ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. കാരണം പാത്രത്തിന് നല്ല ചൂടുണ്ടാവും. 1 മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. തണുത്തതിന് ശേഷം ഇത് വീണ്ടും മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സ്റ്റെപ്പ് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഇതിലേക്ക് കടല ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ അരച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടും. ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീണ്ടും ഈ പാനിലേക്ക് മാറ്റാം.
മുഴുവൻ മസാലയും പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 5 വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന കടലയും ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടല നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലുള്ള മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയും കടലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും പിടിക്കാതെ മസാല നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. മസാലയും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും കടലക്കറി നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ കറി നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഞാൻ നേരത്തെ ചെയ്യാൻ വിട്ടുപോയതാണ്. എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ കുറഞ്ഞത് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഗ്രേവിയും നമ്മുടെ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. മസാലയും കടലയും ഒക്കെ കൂടി നന്നായിട്ട് മിക്സായി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെള്ളക്കടല മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതേ റെസിപ്പി നിങ്ങൾക്ക് ബ്രൗൺ കടല വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ചപ്പാത്തിക്കും പൂരിക്കും ഭട്ടൂരക്കൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you.